LDFിനോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റുശരിയും പറയാനോ ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളിയല്ല LDF. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു ഉപദേശവും കാത്തിരിക്കുന്നില്ല. പിണറായി വിശ്വ അല്ല പിണറായി വിജയൻ. വളരെ ശരിയാണത്. അതുകൊണ്ട് എൻ്റെ കാര്യം നിലപാട് ഞാൻ പറയും, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടും അദ്ദേഹം പറയും. എന്താക്ഷേപം? തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, വെള്ളാപ്പള്ളിയെ അറിയാം, അവർക്കെല്ലാവരെയും അറിയാം. അവർ തീരുമാനിക്കട്ടെ. CPIക്കാർ തെറ്റായ വഴിക്ക് ഒറ്റ പൈസ പോലും എന്തായാലും മേടിച്ചിട്ടില്ല. ശ്രീ വെള്ളാപ്പള്ളി പക്കൽ നിന്ന് CPIക്കാർ ഫണ്ട് പിരിച്ച് കാണും, ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും അത് കാണും. അതല്ലാതെ ചീത്ത വഴിക്ക് കൈക്കൂലിയായിട്ടോ അഭിഹിതമായിട്ടോ ഒരു പൈസ പോലും പിരിക്കുന്ന പതിവ് CPIക്കില്ല. അതുകൊണ്ട് അതൊരു വെറും വർത്താനം മാത്രമാണ്. തെറ്റായ മാർഗത്തിൽ പണം മേടിച്ചത് അദ്ദേഹം പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പണം തിരിച്ചു കൊടുക്കും. തെറ്റായ വഴിക്ക് ഫണ്ട് പിരിച്ച് കാണും, തിരഞ്ഞെടുപ്പിനോ സമ്മേളനത്തിനോ ഫണ്ട് പിരിച്ച് കാണും. അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ്, അതിൻ്റെ പേരിൽ തിളപ്പിച്ചെന്ന് കാണും, പണം പിരിച്ച് കാണും. അതല്ലാതെ തെറ്റായ വഴിക്ക് അവിഹിത മാർഗത്തിലൂടെ ഒരു ചില്ല് കാശ് പോലും CPI പിരിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. അത്തരം പരാമർശങ്ങൾ കൊണ്ട് ഒരാൾ വലുതാകുമോ ചെറുതാകുമോ എന്ന് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. എല്ലാവർക്കും അത് മനസ്സിലാക്കാനുള്ള കെൽപ്പ് അദ്ദേഹത്തിനും ബന്ധപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നമസ്കാരം. CPIയും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള പോര് മുറുകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് അവസരപരമായ എല്ലാ കാര്യങ്ങളും നേടിയിട്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPMനെയും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഒരു സാമുദായിക ആചാര്യൻ എന്ന രീതിയിൽ താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ കയറിയത് താൻ അയിത്തജാതിക്കാരനായതിന്റെ പേരിൽ വാർത്തയാക്കിയാണ് മാധ്യമങ്ങൾ തന്നെ കൊല്ലാക്കൊല ചെയ്തത് എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ ചില വില കുറഞ്ഞ പരാമർശങ്ങളും നടത്തിയുണ്ടായി. ഇത് SNDP യൂണിയനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കുന്ന പ്രസ്താവനയായി എന്ന് തന്നെയാണ് SNDPക്ക് അകത്തു നിന്ന് തന്നെ ഉയരുന്ന ഇപ്പോൾ ആരോപണങ്ങൾ. അതെന്തു തന്നെയായാലും വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് മറ്റു ചില പ്രസ്താവനകൾ കൂടി നടത്തിയിരിക്കുന്നു. CPI കാശ് വാങ്ങിക്കാൻ വരുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല, കാശ് വാങ്ങിക്കൊണ്ടു പോയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. കാശ് വാങ്ങിക്കാൻ വന്നപ്പോഴുള്ള കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെള്ളാപ്പള്ളി നടേശൻ CPIയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത്. ചതിയൻ ചന്തുവാണ് CPI എന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ യോജിച്ചില്ല. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ സാമുദായികാചാര്യനാണ്. വെള്ളാപ്പള്ളി നടേശനെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാട് തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൊണ്ടത്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ ദയനീയമായി പൊട്ടിയ CPM വെള്ളാപ്പള്ളി നടേശനെ കൂടി ഇനി പിണക്കി കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യമായി തീരും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും അറിയാം. അതുകൊണ്ട് ഇവർ രണ്ടുപേരും വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാറിൽ കയറ്റിക്കൊണ്ടുപോയത് ശരിയായില്ല എന്ന ബിനോയ് വിശ്വത്തിന്റെ നിലപാടിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളുകയായിരുന്നു. ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ. പിണറായി വിജയന്റേതായ ചില നിലപാടുകളുണ്ട്. അത് ശരി തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയത് തന്റെ നിലപാട് ഇപ്പോഴും ശരി തന്നെയാണ് എന്ന് താൻ വിശ്വസിക്കുന്നു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് വെട്ടിത്തുറന്ന് പറഞ്ഞത്. ബിനോയ് വിശ്വത്തിന്റെ കരണത്തടിക്കുന്നത് പോലെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ ഇന്ന് ബിനോയ് വിശ്വത്തെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കൃത്യമായി അതിനും ബിനോയ് വിശ്വം മറുപടി പറഞ്ഞു. പിണറായി വിജയൻ അല്ല ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ. രണ്ടുപേർക്കും രണ്ട് നിലപാട് തന്നെയാണുള്ളത്. പിണറായി വിജയനെയും ബിനോയ് വിശ്വത്തെയും വെള്ളാപ്പള്ളി നടേശനെയും ജനങ്ങൾക്ക് നല്ല പോലെ അറിയാം എന്ന് ബിനോയ് വിശ്വം അടിവരയിട്ട് പറഞ്ഞതിലൂടെ തന്നെ ആരൊക്കെയാണ് എന്ന് കേരളത്തിൽ ജനങ്ങൾക്ക് നന്നായി അറിയാം. ആരാണ് അവസരവാദി, ആരാണ് അവസരവാദപരമായി രാഷ്ട്രീയം കളിക്കുന്നത് എന്നുള്ളത് കേരളത്തിൽ ജനങ്ങൾക്ക് നന്നായി അറിയാം എന്നൊരു ദുസൂചന കൂടി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ചതിയൻ ചന്തുവാണ് CPI എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തോട് ബിനോയ് വിശ്വം കടുത്ത ഭാഷയിൽ തന്നെയാണ്, വിമർശനാത്മകമായി തന്നെയാണ് പ്രതികരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാർക്കിടുവാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശനെ ഞങ്ങളാരും
ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ CPM-നും CPI-ക്കും മാർക്കിടാൻ വേണ്ടി മത മേലധ്യക്ഷനായി ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ വളർന്നിട്ടില്ല എന്ന സന്ദേശം തന്നെയാണ് ബിനോയ് വിശ്വം കൊടുത്തത്. അനേകം മഹാരഥന്മാർ ഇരുന്ന കസേരയാണ് SNDP ജനറൽ സെക്രട്ടറിയുടെ കസേര. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ആ കസേരയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള മതനിരപേക്ഷമായ രീതിയിലുള്ള അല്ലെങ്കിൽ മതാനുകൂലമായിട്ടുള്ള ചില വർഗീയപരമായ ചില പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ ഒരു കാരണവശാലും താൻ വിലവയ്ക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് ബിനോയ് വിശ്വം സംസാരിച്ചത്. കൂട്ടത്തിൽ അദ്ദേഹം മറ്റൊന്നുകൂടി എടുത്തു പറഞ്ഞു, ബഹുമാന്യനായ വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കാൻ ഞാനില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി CPI പ്രവർത്തകർ പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് അംഗീകരിക്കുന്നു. ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടിയായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർമ്മാണ പ്രവൃത്തികളുമായോ ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് പിരിവ് നടത്തുന്ന അവസരത്തിൽ ബിസിനസ്സുകാരനായ വ്യവസായിയായ വെള്ളാപ്പള്ളി നടേശനെയും CPI പ്രവർത്തകർ സമീപിച്ചിട്ടുണ്ടാകും. അങ്ങനെ വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും അവർ വ്യവസ്ഥാപിതമായ രീതിയിൽ സംഭാവന സ്വീകരിച്ചിട്ടുണ്ടാകും. അല്ലാതെ വഴിവിട്ട രീതിയിൽ ഏതെങ്കിലും കാരണം സാധിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൈക്കൂലിയായി വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും CPI പ്രവർത്തകർ യാതൊരു തരത്തിലും പണം വാങ്ങിയിട്ടുണ്ടാകില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ തെളിയിച്ചാൽ ആ പണം തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്നുകൂടി വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്തടിക്കുന്നത് പോലെ ബിനോയ് വിശ്വം പറയുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു ബോംബ് രൂപം കൊള്ളുന്നു. CPI CPM ബന്ധം വഷളാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം നേരിട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വരുന്ന 3 മാസം കഴിയുമ്പോൾ നേരിടാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ തന്നെ അന്തഃഛിദ്രങ്ങൾ ഉണ്ടായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിലം തൊടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടികൾ നേരിടും എന്ന് തന്നെയാണ് CPI-യുടെ അവലോകന യോഗങ്ങൾ തീർത്തു പറഞ്ഞിരുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന തള്ളുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF-ന്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിയണം എന്ന ചില വിമർശനങ്ങൾ കൂടി CPI-യുടെ അവലോകന യോഗങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇതുകൂടി ഉള്ളിൽ വെച്ചിട്ടാണ് ബിനോയ് വിശ്വം ചില തുറന്നു പറച്ചിലുകൾ നടത്തിയത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് CPI പുറത്തേക്ക് പോകുന്നുള്ള അഭ്യൂഹങ്ങൾക്ക് ആക്കം പകരുന്ന തരത്തിൽ തന്നെയാണ് ബിനോയ് വിശ്വം തുറന്നടിച്ചത്. ബിനോയ് വിശ്വം വെള്ളാപ്പള്ളി നടേശനെതിരെയും CPM-നും CPI-ക്കും അകത്തുള്ള ചില അന്തഃഛിദ്രങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. CPI-യുടെ ആളുകൾ വന്ന് പൈസ വാങ്ങിക്കൊണ്ടുപോയി, ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്നൊരു ആരോപണം ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ വേറെ, അദ്ദേഹത്തിൻ്റെ വർഗീയ പരാമർശങ്ങളും മാധ്യമപ്രവർത്തകർ തീവ്രവാദിയെ കുറിച്ചുള്ള പരാമർശങ്ങളും ഒരു വശത്തുണ്ട്. ഇതിലും എന്താണ് CPI ആണ്? CPI-ക്കാർ ഒന്ന് പൈസ വാങ്ങിക്കൊണ്ടുപോയി, ബാക്കി കാര്യം ഞാൻ പറയുന്നില്ലെന്നാണ് പറഞ്ഞത്. CPI-ക്കാർ തെറ്റായ വഴിക്ക് ഒറ്റ പൈസ പോലും എന്തായാലും മേടിച്ചിട്ടില്ല. ശ്രീ വെള്ളാപ്പള്ളി പക്കൽ നിന്ന് CPI-ക്കാർ ഫണ്ട് പിരിച്ച് കാണും. ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും അത് കാണും. അതല്ലാതെ ചീത്ത വഴിക്ക് കൈക്കൂലിയായിട്ടോ അർഹിതമായിട്ടോ ഒരു പൈസ പോലും പിരിക്കുന്ന പതിവ് CPI-ക്കില്ല. അതുകൊണ്ട് അതൊരു വെറും വർത്താനം മാത്രമാണ്. എന്തുകൊണ്ടാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലൊരു മതനേതാവ് നിരന്തരം ആക്രമണം നടത്തുന്നത്? നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളിയുമായി ഒരു തർക്കത്തിന് ഞാനില്ല. അത് അദ്ദേഹത്തിന് വിടുന്നു, നിങ്ങൾക്കും വിടുന്നു. ഇത്രയും ആക്ഷേപം നോ മോർ ഡിബേറ്റ്സ്. ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളിയെ ഇനിയും വേണമെങ്കിൽ വാഹനത്തിൽ കയറ്റി, അത് ശരിയാണ് താൻ ചെയ്തതെന്നാണ് താൻ ഇപ്പോഴും കരുതുന്നത്. ബിനോയ് വിശ്വമല്ല പിണറായി വിജയനാണ്. അതിനെന്തെങ്കിലും മറുപടി? വളരെ ശരിയല്ലേ അത്? ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ. വളരെ ശരിയാണത്, വളരെ ശരിയാണത്. അതുകൊണ്ട് എൻ്റെ കാര്യം നിലപാട് ഞാൻ പറയും, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടും അദ്ദേഹം പറയും. അല്ല, ഇത്രയും ആക്ഷേപങ്ങളും എന്താക്ഷേപം? ഇതിലെ ശരി ജനം തീരുമാനിച്ചിടുന്നതാണ്. തീർച്ചയായിട്ടും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, വെള്ളാപ്പള്ളിയെ അറിയാം, അറിയാം, അവർക്ക് എല്ലാവരെയും അറിയാം. അവർ തീരുമാനിക്കട്ടെ. ബിനോയ് വിശ്വത്തെയും പിണറായിയെ അറിയാം. ഇന്നത്തെ വെള്ളാപ്പള്ളി പറയുന്ന പ്രശ്നം പലപ്പോഴും മുന്നണി മര്യാദ ഇല്ലാതെയാണ് CPI പ്രവർത്തിക്കുന്നത്. മുന്നണിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ മുന്നണിക്കകത്ത് പറയുന്നത് പുറത്ത് പറയുന്നു. ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അത്തരത്തിൽ LDF-ൽ ഒരു പ്രതിസന്ധി CPI ഉണ്ടാക്കുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, LDF-നോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റുശരിയും പറയാനോ ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി അല്ല LDF. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു ഉപദേശവും
കാത്തിരിക്കുന്നില്ല. ഈ ഒരു മാധ്യമ പ്രവർത്തകനെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക നാമധാരി ആയതുകൊണ്ട് അതുകൊണ്ട് മാത്രം അദ്ദേഹം ഈരാറ്റുപെട്ടിരുന്ന വരുന്നത് തീവ്രവാദിയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. മാത്രമല്ല ഇന്നും ഈ മലപ്പുറത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ വെള്ളാപ്പള്ളി ആവർത്തിക്കുകയാണ്. ഇങ്ങനെ ഒരു സമുദായ നേതാവ്, പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ പിൻപറ്റുന്ന, കുമാരനാശാൻ ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നത് ശരിയാണ്? അത്തരം പരാമർശങ്ങൾ കൊണ്ട് ഒരാൾ വലുതാകുമോ ചെറുതാകുമോ എന്ന് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. എല്ലാവർക്കും അത് മനസ്സിലാക്കാനുള്ള കെൽപ്പ് അദ്ദേഹത്തിനും ബന്ധപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നു, CPIക്കെതിരെ ഇത്തരം രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സ്വാഭാവികം അങ്ങനെയുള്ള ഒരാൾ ഇപ്പോഴും എന്തിനാണ് ബഹുമാനപ്പെട്ട എന്ന രീതിയിൽ അദ്ദേഹം പദവിയൊക്കെ അല്ലാത്ത രീതിയിൽ എന്തിനാണ് ഇപ്പോഴും അത്തരത്തിൽ അവർക്ക് പറഞ്ഞല്ലോ? ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മഹാപ്രസ്ഥാനമാണ്. ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ നവോത്ഥാന യാത്രയിൽ ഏറ്റവും തെളിച്ചമുള്ള പേരാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പൈതൃകത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കുന്നുണ്ട്. അതെല്ലാം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരുകൊണ്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനത്തെ ഞങ്ങൾ ബഹുമാനിക്കും. പക്ഷേ ആ പദവിയിൽ ഇരിക്കുന്നവർക്കെല്ലാം എപ്പോഴും ഓർമ്മ വേണം, SNDPയുടെ സെക്രട്ടറി സ്ഥാനം അവിടെ ആദ്യം നിന്നാലും ഓർമ്മ വേണം. ആ കസേര ഒരുപാട് വലിയ വലിയ മനുഷ്യരിരുന്ന കസേരയാണ്. കുമാരനാശാൻ മുതൽ താങ്കൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു, ഈ തെറ്റായ മാർഗത്തിൽ പൈസ മേടിച്ചിരുന്നത് പറഞ്ഞു. പക്ഷെ വെള്ളാപ്പള്ളി പറയുന്നത് CPI പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല. പറയുമ്പോൾ എന്തോ തെറ്റായ മാർഗത്തിൽ തെറ്റായ മാർഗത്തിൽ പണം മേടിച്ചത് അദ്ദേഹം പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പണം തിരിച്ചു കൊടുക്കും. തെറ്റായ വഴിക്ക് ഫണ്ട് പിരിച്ചു കാണും. തിരഞ്ഞെടുപ്പിനോ സമ്മേളനത്തിനോ ഫണ്ട് പിരിച്ചു കാണും. അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ്. അതിൻ്റെ പേരിൽ തിളപ്പിച്ചെന്ന് കാണും, പണം പിരിച്ചു കാണും. അതല്ലാതെ തെറ്റായ വഴിക്ക് അവിഹിത മാർഗത്തിലൂടെ ഒരു ചില്ല് കാശ് പോലും CPI പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം എന്നാണ് പറയുന്നത്. അത് കൂടി പറയട്ടെ, ധൈര്യമുണ്ടെങ്കിൽ പറയുമ്പോൾ പറയാം. പക്ഷെ ഇന്നലെ CM പറഞ്ഞ വാക്കുകളാണ് കേട്ടിരുന്നു. അങ്ങയുടെ പരാമർശങ്ങളിൽ വലിയ അതൃപ്തി പ്രകടിപ്പിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. എന്റെ കാറിൽ കയറ്റും ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. തീർച്ചയായിട്ടും വളരെ ശരിയാണത്. ഏതാണ് ശരിയായി? ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ, പിണറായി വിജയൻ അല്ല ബിനോയ് വിശ്വം. രണ്ടുപേരാണ്, രണ്ട് കാഴ്ചപ്പാടാണ്, രണ്ട് നിലപാടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാദങ്ങളെ ഞാൻ നിരാകരിക്കുന്നില്ല. ഏത് കാഴ്ചപ്പാടാണ് ശരി? അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ.